വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ്. എൻ്റെ ഇന്നത്തെ റെസിപ്പി ചോറിനൊരു സൈഡ് ഡിഷാണ്. അതിനുവേണ്ടി പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വെന്ത് വരുമ്പോഴേക്കും അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും 1 മുറി തേങ്ങ ചിരകിയതും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് നൈസായി അരയ്ക്കരുത്. ഈ പാകത്തിന് അരച്ചാൽ മതി. ഇനി ഇതിലേക്ക് കടുകിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കടുക് ഒരുപാട് അരയ്ക്കരുത്. കടുക് അധികം അരയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1/4 ലിറ്റർ തൈര് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. പൈനാപ്പിൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം അടിച്ചെടുത്ത തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകും 2 വരമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ നന്നായി ഫ്രൈ ആയതിനു ശേഷം ഇത് പച്ചടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. ചോറും സാമ്പാറും ഈ പച്ചടിയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.